പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്ത് നെഞ്ചെടുപ്പോടു കൂടിയാണ് നിൽക്കുന്നത്. ഒടുവിൽ താൻ ഭയപ്പെട്ടത് തന്നെ സംഭവിക്കുന്നു. ശ്രീകാന്ത് ഇത്രയും നാളും മൂടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ വർഷയുടെ അച്ഛനായ ചന്ദ്രശേഖരൻ കണ്ടെത്തിയിരിക്കുന്നു. ശ്രീകാന്തിനെ നേരിൽ കാണാനായി ചന്ദ്രശേഖരൻ എത്തുന്നത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് വഴി തുറക്കുന്നത്. തനിക്ക് വർഷയുമായി മാത്രമേ ബന്ധമുള്ളൂ, മറ്റൊരു പെൺകുട്ടിയുമായി യാതൊരുവിധ ഇടപാടുമില്ല എന്ന് ശ്രീകാന്ത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം തന്നെ ചന്ദ്രശേഖരൻ പൊളിച്ചെടുക്കുന്നു. ശ്രീകാന്തിനെ നിർത്തിപ്പൊരിക്കുകയാണ് അദ്ദേഹം. അവൻ്റെ കള്ളങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ് അവനെ വിറപ്പിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ശങ്കരനാരായണനെ കണ്ടതും ശ്രീകാന്തിൻ്റെ രക്തം മരവിച്ചുപോയി. തൻ്റെ അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ തീർന്നു. അവൻ പരവേശത്തോടെ ചന്ദ്രശേഖരനോട് കെഞ്ചി, അങ്കിളെ, ദൈവത്തെ ഓർത്ത് അച്ഛനോടൊന്നും പറയരുത്, അച്ഛനറിഞ്ഞ വലിയ പ്രശ്നമായിരിക്കും. പക്ഷേ ചന്ദ്രശേഖരൻ വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അറിയട്ടെടാ, അവർ എല്ലാവരും അറിയട്ടെ എന്ന ഭാവമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ശങ്കരനാരായണൻ അടുത്തെത്തിയപ്പോൾ ചന്ദ്രശേഖരൻ സംയമനം പാലിച്ചു. എന്താ ചന്ദ്രശേഖര പതിവില്ലാതെ ഈ വഴിയൊക്കെ? എന്താ ഇവിടെ? ശങ്കരനാരായണൻ ചോദിച്ചു. വരാതിരിക്കാൻ പറ്റുമോ ശങ്കരേട്ടാ എന്നൊരു മറുപടി ചന്ദ്രശേഖരൻ നൽകി കാര്യങ്ങളങ്ങ് ഒതുക്കി. വർഷയും കുഞ്ഞും എന്താ വരാത്തതെന്ന ശങ്കരനാരായണന്റെ ചോദ്യത്തിന് ശ്രീകാന്ത് ഇപ്പോൾ അങ്ങോട്ടേക്ക് വിടേണ്ടെന്ന് പറഞ്ഞു എന്ന് ചന്ദ്രശേഖരൻ മറുപടി നൽകിയത് ശ്രീകാന്തിനെ ഞെട്ടിച്ചു. ശ്രീകാന്ത് പെട്ടെന്ന് ഇടപെട്ടു. അതച്ഛാ, വർഷ കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. ശ്രീകാന്തിന്റെ മുഖത്തെ പരിഭ്രമവും വിയർപ്പും ശങ്കരനാരായണന്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. എന്തോ പന്തികേട് അദ്ദേഹത്തിന് മണത്തു. എന്താടാ നിന്റെ മുഖത്തൊരു വല്ലായ്മ? കമ്പനിയിൽ വല്ല പ്രശ്നവുമുണ്ടോ? അച്ഛൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറി. ശങ്കരനാരായണൻ സംശയത്തോടെ അവിടെ നിന്നും പോയി. അച്ഛൻ പോയതും ചന്ദ്രശേഖരൻ വീണ്ടും തൻ്റെ യഥാർത്ഥ ഭാവം പുറത്തെടുത്തു. തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് കൂട്ടിക്കോ, പക്ഷേ എപ്പോഴും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി നിന്റെ ആ പഴയ കാമുകിയുമായി നീ ബന്ധം തുടർന്നു കഴിഞ്ഞാൽ അത് വർഷയല്ല, ഞാൻ അറിയും. അതോടെ വർഷയുമായിട്ടുള്ള നിന്റെ ബന്ധം അങ്ങ് അവസാനിക്കും. നീ ഈ വീട്ടിൽ നിന്നും പുറത്താവും. ചന്ദ്രശേഖരൻ്റെ വാക്കുകൾക്ക് തീയുടെ ചൂടുണ്ടായിരുന്നു. ഭയന്ന് വിറച്ചു നിൽക്കാനേ അന്നേരം ശ്രീകാന്തിന് കഴിഞ്ഞുള്ളൂ. ഇതേ സമയം മറ്റൊരു വശത്ത് വേദ തൻ്റെ സഹോദരി ദീപ്തിയുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. കോടതിയിൽ നിന്നും നേരത്തെ ഇറങ്ങിയ വേദ നേരെ പോയത് വരുണിൻ്റെ വീട്ടിലേക്കാണ്. വരുണും ദീപ്തിയും തമ്മിലുള്ള അടുപ്പം വേദയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. വരുൺ തൻ്റെ പക തീർക്കാൻ ദീപ്തിയെ കരുവാക്കുകയാണോ എന്നതായിരുന്നു വേദയുടെ പേടി. വാസവന്റെ വീട്ടിലെത്തിയ വേദയെ വരുണിൻ്റെ അമ്മ, വാസവന്റെ ഭാര്യ, സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു. വരുണിൻ്റെ വിശേഷങ്ങൾ തിരക്കിയപ്പോൾ അവൻ പഴയതിൽ നിന്നും ഏറെ മാറിയെന്നും മുറിവുകളെല്ലാം തന്നെ ഉണങ്ങി തുടങ്ങിയെന്നും അമ്മ പറഞ്ഞു. എന്നാൽ വേദ വന്നത് മറ്റൊരു കാര്യത്തിനാണെന്ന് അവർക്ക് മനസ്സിലായി. എന്താ മോളെ കാര്യം? അവൻ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അമ്മയുടെ ചോദ്യത്തിൽ ഭയമുണ്ടായിരുന്നു. മുൻപൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വരുണിൻ്റെ ചെയ്തികൾ ഓർത്ത് ആ അമ്മ ഇപ്പോഴും നീറുന്നുണ്ട്. വേദ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആൻറ്റി, എൻ്റെ അനുജത്തി ദീപ്തിയും വരുണും തമ്മിൽ ഇപ്പോൾ എന്തോ അടുപ്പത്തിലാണ്. അവർ പ്രണയത്തിലാണ്. വരുണില്ലാതെ ജീവിക്കില്ല എന്ന വാശിയിലാണ് അവൾ. എനിക്കും വിക്രമിനുമെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ അവളെ ഉപയോഗിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടതോടുകൂടെ തന്നെ ആ അമ്മ ആകെ ഞെട്ടിപ്പോയി. തങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം വേദയുടെ അച്ഛൻ വരെ തകർന്നിരിക്കുകയാണ്. ഇനി ദീപ്തി കൂടി ഇത്തരമൊരു ബന്ധത്തിൽ പെട്ടുകഴിഞ്ഞാൽ അത് താങ്ങാനാവില്ലെന്ന് വേദ വ്യക്തമാക്കി. വരുണിനെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കണമെന്ന് വേദ അവരോട് ആവശ്യപ്പെട്ടു. ഈ സമയം വരുൺ അവിടേക്ക് കടന്നു വന്നു. അവനെ കണ്ടതും അമ്മയുടെ നിയന്ത്രണം വിട്ടു. എടാ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നില്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് നീ മനഃപൂർവ്വം ചെയ്യുകയാണല്ലേ ഇതൊക്കെ? അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വരുൺ മറുപടിയില്ലാതെ നിന്നു. അമ്മയുടെ രോഷം മണപൊട്ടി. അവർ വരുണിൻ്റെ കരണടുത്തടിച്ച് പൊട്ടിച്ചു. ഒരു പെൺകുട്ടിയുടെ ശാപം നിന്റെ തലയിൽ പോരാത്തതിന് മറ്റൊരു പാവം പെൺകുട്ടിയെ കൂടി നീ നശിപ്പിക്കാൻ നോക്കുന്നോ? വേദ വരുണിനോട് പൊട്ടിത്തെറിച്ചു. നീയും നിന്റെ അച്ഛനും കൂടി ഞങ്ങളെ നശിപ്പിക്കാനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതല്ലേ? വിക്രം വിചാരിച്ചാൽ നിന്റെ ജീവനെടുക്കാൻ പാടൊന്നുമില്ല. ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ വരുൺ നൽകിയ മറുപടി വേദയും അമ്മയും ഒരുപോലെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ചേച്ചി പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ അർഹനാണ്. പണ്ട് ഞാൻ തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ മാറിയിരിക്കുന്നു, ഒരുപാട് മാറിയിരിക്കുന്നു. വേദ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. നിന്റെ അഭിനയമൊക്കെ കൊള്ളാമെന്നും പറഞ്ഞ് വേദ അവനെ പരിഹസിച്ചു. എന്നാൽ വരുൺ തുടർന്നു. ഞാൻ കള്ളം പറയുന്നതൊന്നുമല്ല ചേച്ചി, എനിക്ക് ദീപ്തിയെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാനും മരിക്കും. എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അവളാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ചത് അവളാണ്. വരുണിൻ്റെ വാക്കുകളിൽ സത്യസന്ധത നിഴലിക്കുന്നത് വേദ കണ്ടു. വേദ അമ്പരന്നു. ഇനി ചേച്ചിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പിന്മാറാം. ദീപ്തിയോട് ഞാൻ തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വരുൺ പറഞ്ഞ് അവിടെ നിന്നും പോയി.
വേദയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വരുൺ നേരെ പോയത് ദീപ്തിയെ കാണാനാണ്. തൻ്റെ പ്രണയം സത്യമാണെന്നും കുടുംബങ്ങൾ തമ്മിലുള്ള പകയും വേദയുടെ എതിർപ്പും കാരണം പിന്മാറാൻ തന്നെ വരുൺ തീരുമാനിച്ചു. ദീപ്തിയോട് വരുൺ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ടു പോയാൽ നിന്റെ വീട്ടുകാർക്ക് അതൊരിക്കലും സമ്മതിക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെല്ലാം. എന്നാൽ ഇത് കേട്ട ദീപ്തി ആകെ തകർന്നു പോയി. വരുൺ ഇങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നത് എന്നവൾ ചോദിച്ചു. വരുൺ നിസ്സഹായനായിരുന്നു. മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് ദീപ്തി? എന്നാൽ ദീപ്തിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് വരുണാണ്. വരുണിനൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ വിവാഹമേ വേണ്ടെന്ന് വെക്കും. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ദീപ്തിയുടെ ആ വാക്കുകൾ വരുണിനെ കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രണയത്തിനും കുടുംബത്തിനുമിടയിൽ പെട്ടുപോയ വരുണിൻ്റെ നിസ്സഹായാവസ്ഥയാണ് ഇനി നമ്മൾ ഉടനീളം കാണാൻ പോകുന്നത്. പ്രേക്ഷകരെല്ലാവരെയും മുൾമുനയിൽ നിൽക്കുന്ന വികാരഭരിതമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ബൈ.